അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന ബിറല്ലാഹ്. അമ്മാ ബഅദ്. ഇന്നലെ നമ്മൾ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരായ, നമ്മുടെ ഉമ്മമാരായ, അവിടുത്തെ പ്രിയ പത്നിമാരെക്കുറിച്ച് അല്പനേരം സംസാരിക്കുകയുണ്ടായി. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന സ്ഥാനപ്പേരിലേക്ക്, ഉന്നതമായ സ്ഥാനത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ എത്തിച്ചത് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ ആവാൻ ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ്. അവരിൽ ആദ്യത്തെ ഭാര്യ മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയാണ്. ഖദീജ ബീവിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് മഹത്വങ്ങൾ, ഒരുപാട് കറാമത്തുകൾ ലോകത്ത് കാണിച്ച, കുടുംബജീവിതത്തിന്, ഭാര്യ ഭർത്തൃ ജീവിതത്തിന് വലിയ ഉദാഹരണങ്ങൾ കാണിച്ച് മാതൃകാ ജീവിതം കാഴ്ചവെച്ച മഹദിയായിരുന്നു മഹദി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ. ഖദീജ ബിൻത്ത് ഖുവൈലിദ്, ഖുവൈലിദിൻ്റെ മകൾ ഖദീജ. പൂർണ്ണനാമം ഖദീജ ബിൻത്ത് ഖുവൈലിദ് ബിൻ അസദ് അബ്ദുൽ ഉസ്സ ഇബ്നു ഖുസൈ ഇബ്നു കിലാബ്. ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃപരമ്പരയിൽ ഖുസൈയിലേക്ക് എത്തുന്നതാണ് ഖദീജ ബീവിയുടെ പിതാവിൻ്റെ പരമ്പര. അതുപോലെ തന്നെ മാതാവിൻ്റെ പരമ്പരയും ഖദീജ ബീവിയുടെ ഉമ്മ ഫാത്തിമ ബീവി, ഫാത്തിമ ബിൻത്ത് സായിദ്, ലുഅയ്യ് എന്നവരിലേക്കും എത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃപരമ്പരയിൽ ലുഅയ്യിലേക്കും എത്തും. ഇങ്ങനെ ഖദീജ ബീവിയുടെ പിതൃ പരമ്പര നബിത്തങ്ങളുടെ കുടുംബവുമായി വളരെ സാമ്യമുള്ളതാണ്. വീടാണെങ്കിൽ കഅബയുടെ തൊട്ട് ചാരയായിരുന്നു. എന്ന് പറഞ്ഞാൽ കഅബയിൽ നിന്ന് ഏകദേശം 9 മുഴം മാത്രം കഅബയുടെ നിഴല് ഖദീജ ബീവിയുടെ വീട്ടിൻ്റെ മുറ്റത്തെത്തുന്ന രൂപത്തിൽ വളരെ അടുത്തായിരുന്നു എന്ന് ചരിത്രത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് 2 വിവാഹം നേരത്തെ കഴിച്ച് ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട വിധവയായിരിക്കുന്ന ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ, നബിത്തങ്ങളുടെ നുബുവത്തിൻ്റെ മുമ്പായി, എന്ന് പറഞ്ഞാൽ നബിത്തങ്ങൾക്ക് വയസ്സ് 25 ആകുമ്പോഴാണ് ഖദീജ ബീവിയുമായുള്ള വിവാഹം നടക്കുന്നത്. നബിത്തങ്ങൾക്ക് 25 വയസ്സ് പ്രായമാകുമ്പോൾ മഹദിയായ ഖദീജ ബീവിക്ക് അന്ന് വയസ്സ് 40 ആണ്. 2 വിവാഹം നേരത്തെ കഴിച്ചു എന്ന് പറഞ്ഞല്ലോ. മക്കയിലെ വളരെ വലിയ ധനാഢ്യയായിരുന്നു മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ. ഏറ്റവും വലിയ അറിയപ്പെട്ട പണക്കാരിയായിരുന്നു. വലിയ ചന്ത നടത്തി, കച്ചവടം നടത്തി, വലിയ ബിസിനസ് നടത്തി, മറ്റു രാഷ്ട്രങ്ങളിലേക്കും കച്ചവട സംഘത്തിനെ അയച്ച് വലിയ ബിസിനസ് നടത്തുന്ന ആളായിരുന്നു മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ. ഉംറ കഴിഞ്ഞ് മർവ ഗേറ്റിലൂടെ പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു പഴയ കാലത്ത് ഒരു മാർക്കറ്റ്, സൂഖു ഖദീജ. ഇന്ന് അതൊക്കെ വികസനത്തിൻ്റെ പേരിൽ ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. ഖദീജ ബീവിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു സൂക്ക്, ഒരു ടൗൺ, ഒരു ചന്ത, ഒരു അങ്ങാടി. ഈ അങ്ങാടിയിൽ നിന്ന്, ഈ ചന്തയിൽ നിന്ന് കച്ചവട സംഘം മറ്റു രാഷ്ട്രങ്ങളിലേക്ക് പോകുകയും അവിടെ നിന്ന് കച്ചവട സാധനങ്ങൾ ഇങ്ങോട്ട് മക്കയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന വലിയ ബിസിനസ് നടത്തിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംരക്ഷണം, അവിടുത്തെ മാതാവും പിതാവും വഫാത്തായതിനു ശേഷം
അബ്ദുൽ മുത്തലിബിന് ശേഷം നബിത്തങ്ങളുടെ മൂത്താപ്പയായ അബൂ ത്വാലിബ് സംരക്ഷണം ഏറ്റെടുത്തു. ആ സമയത്തൊക്കെ നബിത്തങ്ങൾ വളരെ സാമ്പത്തിക പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമായിരുന്നു. അങ്ങനെയാണ് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കച്ചവട സംഘത്തിലേക്ക് ചേരാൻ ഒരു അവസരം ലഭിക്കുകയും വളരെ സത്യസന്ധമായി ആ കച്ചവട സംഘത്തിൽ ചേർന്ന് കച്ചവടം നല്ല രൂപത്തിൽ പുഷ്ടിപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധിക്കുകയും ചെയ്തത്. ഖദീജ ബീവിയുടെ അടിമ മൈസറത്ത് നബി തങ്ങളുടെ കച്ചവടത്തിലുണ്ടാകുന്ന സത്യസന്ധത ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയോട് വന്ന് പറയുമായിരുന്നു. നബി തങ്ങളുടെ മഹത്വം, നബി തങ്ങൾ നടന്നു പോകുമ്പോൾ മുകളിൽ നിന്ന് മേഘം തണലിട്ട് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള മുഴുവൻ മുഅ്ജിസത്തുകളും ഈ അടിമ വീക്ഷിക്കുകയും ഖദീജ ബീവിക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. കച്ചവടത്തിൽ വളരെയധികം ലാഭം ലഭിക്കുന്നു. മാത്രമല്ല ഏതൊരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാലും സത്യസന്ധമായ രൂപത്തിലായിരുന്നു കച്ചവടം നടത്തിയിരുന്നത്. നബി തങ്ങളുടെ കച്ചവടത്തിനെ കുറിച്ച് ഈ മൈസറ പോലും വളരെ അത്ഭുതപ്പെട്ടു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. കാരണം സത്യസന്ധമായി കച്ചവടം നടത്തുന്ന ഒരു പരിചയം അവർക്ക് മുമ്പിലായിരുന്നു. കച്ചവടം എങ്ങനെ നടത്തണം, ഏത് രൂപത്തിൽ നടത്തണം എന്നൊക്കെ സത്യസന്ധമായ രൂപത്തിൽ, നല്ല രൂപത്തിൽ, മാതൃകാപരമായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വളരെയധികം ലാഭം ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് തൻ്റെ ബിസിനസ്സിൽ. അങ്ങനെ നബി തങ്ങളോട് ചെറിയ ഒരു വിവാഹത്തിന് താല്പര്യം ഖദീജ ബീവിക്ക് ജനിച്ചു എന്ന് മാത്രമല്ല, അങ്ങനെ അവസാനം നബിത്തങ്ങളോട് കാര്യം ഉണർത്തിയപ്പോൾ നബിത്തങ്ങൾ അതിന് സമ്മതിക്കുകയും, വളരെ വിശാലമായ ചരിത്രമാണ്. ഞാൻ കുറഞ്ഞ സമയം കൊണ്ട് അല്പം സംസാരിച്ച് കാതലായ ഭാഗം മാത്രം പറഞ്ഞ് നിർത്തുകയാണ്. അങ്ങനെ നബിത്തങ്ങളുമായി വിവാഹം കഴിച്ചു. പക്ഷേ അന്ന് മക്കയിലുണ്ടായിരുന്ന അബൂജഹൽ അടക്കമുള്ള മുഴുവൻ ശത്രുക്കളും ഖദീജ ബീവിയെ പരിഹസിച്ചു. ഒരു ഉമ്മയും ബാപ്പയുമില്ലാത്ത, തറവാടില്ലാത്ത, വളരെ ഫക്കീറായി ജീവിച്ച ഈ മുഹമ്മദിനെ എന്തിനാണ് വളരെയധികം ധനാഢ്യയായ ഖദീജ വിവാഹം കഴിച്ചത് എന്ന് പറഞ്ഞ് പരിഹസിച്ചു. പക്ഷേ തൻ്റെ ഭർത്താവിനെതിരെയുള്ള ഈ പരാമർശങ്ങൾ ഒരിക്കലും ഖദീജ ബീവിക്ക് സഹിച്ചില്ല. മാത്രമല്ല ആ ഖദീജ ബീവി എന്തു ചെയ്തെന്നറിയോ? തൻ്റെ മുഴുവൻ സമ്പത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകി, ഭർത്താവിന് നൽകി. എന്നിട്ട് നബി തങ്ങളെ മക്കയിലുള്ള ഏറ്റവും വലിയ കോടീശ്വരനാക്കി മാറ്റാൻ തീരുമാനിച്ചു മഹദിയായ ഖദീജ ബീവി. ആ മുമ്പ് പരിഹസിച്ചു പോയ അബൂജഹൽ അടക്കമുള്ള മുഴുവൻ ശത്രുക്കളും ഇപ്പോൾ അവർക്കൊന്നും പറയാനില്ല. കാരണം അവരെക്കാൾ മുൻപന്തിയിൽ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തി. അത് ഖദീജ ബീവി തങ്ങളെ അവിടത്തേക്ക് എത്തിച്ചതാണ്. ഞാൻ ചുരുക്കുന്നു, ആ ദാമ്പത്യ ജീവിതത്തിൽ മക്കൾ 5 പിറന്നു. 3 പെൺമക്കളും 2 ആൺമക്കളും. ആൺമക്കൾ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു. ഏറ്റവും ഇളയ പുത്രിയായിരുന്നു മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ജബലുന്നൂർ എന്ന പർവ്വതത്തിൻ്റെ മുകളിൽ നബി തങ്ങൾക്ക് 40-ാം വയസ്സെത്തുമ്പോൾ ഹിറാ ഗുഹയിൽ കയറിയിരുന്നു ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഇബാദത്ത് ചെയ്യുന്ന ഒരു സ്വഭാവം, ഒരു പ്രവണത നബി തങ്ങൾക്കുണ്ടായിരുന്നു. വളരെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ആ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി ആ ഗുഹയിൽ ഒറ്റയ്ക്കിരുന്ന് ഇബാദത്ത് ചെയ്യുമ്പോൾ നബി തങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ. നബി തങ്ങൾക്ക് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ആ ഗുഹയിലേക്ക് എത്തിച്ചു കൊടുത്തു. ഇത്രയും പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ദിവസവും ഭക്ഷണത്തിൻ്റെ സമയമാകുമ്പോൾ സാധനങ്ങളെല്ലാം അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്നു. ബുദ്ധിമുട്ടുകൾ വളരെ സഹിച്ചുകൊണ്ടാണ് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ തൻ്റെ ഭർത്താവിനെ സഹായിച്ചത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി വരുന്നതും ഖുർആനിലെ ആദ്യത്തെ ഇഖ്റ ബിസ്മി സൂറത്ത് ഓതി കേൾപ്പിക്കുന്നതും നബി തങ്ങൾ പേടിച്ച്
വളരെ ദൗത്യകരമായ ഒരു കാര്യം നബി തങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ, നബി തങ്ങൾക്ക് ശ്രമകരമായ വലിയ ദൗത്യങ്ങൾ നബി തങ്ങൾക്ക് മുമ്പിൽ ഇട്ടുകൊടുക്കുമ്പോൾ ആ ഒരു കാര്യം ചെയ്യാൻ സാധിക്കാതെ പ്രയാസപ്പെടുമോ എന്ന വിഷമത്തിൽ നബി തങ്ങൾക്ക് പനി ബാധിച്ചു. ഇങ്ങനെ പനി ബാധിച്ച് വീട്ടിലേക്ക് വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ആശ്വസിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഭർത്താക്കന്മാർ അവർക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും ആ പ്രയാസങ്ങൾക്ക് താങ്ങും തണലായി നിൽക്കേണ്ടത് അവരുടെ സ്വന്തം ഭാര്യമാരാണ്. അവരുടെ വിഷമങ്ങൾ സ്വന്തം വിഷമമായി കാണും. ഭർത്താക്കന്മാരുടെ പ്രയാസങ്ങൾ സ്വന്തം പ്രയാസമായി കാണും സ്നേഹനിധികളായ ഭാര്യമാർ. ഈ മഹദി ഖദീജ റളിയല്ലാഹു തആല അൻഹ അങ്ങനെയാണ്. ഖദീജ ബീവിക്ക് റസൂലുള്ളാഹിനെ ചീത്ത പറയാമായിരുന്നു. നിങ്ങൾ എന്തിനാണ് ഇത്രയും പ്രയാസങ്ങൾ സഹിച്ച് ഒറ്റക്ക് ആ മലയുടെ മുകളിൽ, ആ മലയുടെ ഏറ്റവും ഉച്ചിയിൽ, ആ പർവ്വതത്തിൻ്റെ ഉയരത്തിൽ ഉള്ള ആ ഗുഹയിൽ പോയി നിങ്ങൾ എന്തിനാണ് ഒറ്റക്ക് ഇബാദത്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാമായിരുന്നു. ഒറ്റക്കായതുകൊണ്ടല്ലേ, എന്തെങ്കിലും കണ്ട് പേടിച്ച് പനിച്ചതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നബി തങ്ങളെ വഴക്ക് പറയാമായിരുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു വാക്ക് പോലും ആ മഹദിയിൽ നിന്ന് വന്നില്ല. മാത്രമല്ല, നല്ല ഒരു ഗുഡ് സർട്ടിഫിക്കറ്റാണ് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങൾക്ക് അന്ന് നൽകിയത്. അവിടുന്ന് പറയുകയാണ്, വല്ലാഹി ലാ യുഖ്സീകല്ലാഹു അബദാ. നബി തങ്ങളെ, നിങ്ങൾ ഒരിക്കലും അല്ലാഹു ദുഃഖത്തിലാഴ്ത്തുകയില്ല, നിങ്ങൾ ഒരിക്കലും അല്ലാഹു കൈവെടിയുകയില്ല. കാരണം ഇന്നക ലതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതസിലുർ റഹ്മ വതുഈനു അലാ നവാഇബിൽ ഹഖ്. നിങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാണ്. ഒന്നുമില്ലാത്ത നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് സാമ്പത്തികമായി സഹായം നൽകേണ്ടവർക്ക് നിങ്ങൾ വളരെയധികം സഹായിക്കുന്ന ആളാണ്. ഖദീജ ബീവിയുടെ സമ്പത്ത് എടുത്തുകൊണ്ടാണെങ്കിൽ പോലും നിങ്ങൾ ഇല്ലാത്തവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നവരാണ്. നിങ്ങൾ കുടുംബബന്ധം പുലർത്തുന്ന, കുടുംബബന്ധം ചേർക്കുന്ന, കുടുംബത്തിൽ ഐക്യമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. മാത്രമല്ല, ദീനിന് ഉപകാരപ്രദമായ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഒരിക്കലും അല്ലാഹു നിങ്ങളെ ദുഃഖത്തിലാഴ്ത്തൂല, പ്രയാസത്തിൽ പെടുത്തൂല എന്ന് മഹദിയായ ഖദീജത്തുൽ കുബറ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനിപ്പിക്കുകയാണ്, ആശ്വസിപ്പിക്കുകയാണ്. ഇങ്ങനെ കുടുംബജീവിതത്തിലേക്ക് ഞാൻ നിർത്തുന്നു. കുടുംബജീവിതത്തിലേക്ക് വളരെ മാതൃകാപരമായ കുടുംബജീവിതം കാഴ്ചവെച്ച് ജീവിച്ച് കാണിച്ചു തന്ന ഒരു മഹദിയായിരുന്നു ഖദീജത്തുൽ കുബറ റളിയല്ലാഹു തആല അൻഹ. ഒരുപാട് മഹത്വങ്ങൾ, അവിടുത്തെ കറാമത്തുകൾ, അവിടുത്തെ സംഭവങ്ങൾ, ചരിത്രങ്ങൾ ഒരുപാട് പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ആ ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിച്ച് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ആരായിരുന്നു എന്ന് മനസ്സിലാക്കി. റമളാൻ 10 അവിടുത്തെ വഫാത്തിൻ്റെ ദിനമാണ്. ആ മഹദിയുടെ കൂടെ ജന്നാത്തുൻ നഈമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.